ബിഗ് ബോസ് മലയാളം സീസൺ 7 14-ാം ആഴ്ചയിലെ ലൈവ് അപ്ഡേറ്റ്സുകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ലൈവിൽ ശാരികയും ശൈത്യയും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് കേട്ടോ. തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു ചെറിയ സംഭാഷണം പൊരിഞ്ഞ അടിയിലേക്ക് പോവുകയായിരുന്നു. നിനക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് കിട്ടിയതൊന്നും പോരെ, പുറത്തു നിന്ന് എന്തെല്ലാം പേരുകളാണ് കിട്ടിയത് എന്ന് ശാരിക ശൈത്യയോട് പറയുന്നുണ്ട്. ശാരിക ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദിലയും ശൈത്യയും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് തുടരാനാണോ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യനെ ചൊടിപ്പിക്കുന്നുണ്ട്. ഒരു കളിക്ക് തുടങ്ങിയ കാര്യം ഒടുക്കം അത് ഗംഭീര വഴക്കിലേക്ക് നീങ്ങുന്നുണ്ട് കേട്ടോ. നീ ഒരു വക്കീലൊന്നുമല്ല എന്ന് ശാരിക ശൈത്യയോട് പറയുന്നുണ്ട്. അപ്പം ശൈത്യ ചോദിക്കുന്നുണ്ട്, ഞാൻ വക്കീലെന്ന് അല്ലെന്നോ, നീ എന്താ അങ്ങനെയൊക്കെ പറയണത്, നിങ്ങളാരാ അതൊക്കെ പറയാനായിട്ട് എന്ന് ശൈത്യ ചോദിക്കുന്നുണ്ട്. അപ്പം നിൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്നും ഒരു വക്കീലിന് പറ്റിയതല്ലെന്നും നീ ഒന്നിലും പ്രതികരിക്കുന്നില്ലെന്നൊക്കെ ശാരിക ശൈത്യയോട് പറയുന്നുണ്ട്. വക്കീലാവാൻ എല്ലാറ്റിനും പ്രതികരിക്കണമെന്നുണ്ടോ? ഇങ്ങനെ ഒച്ചെടുക്കൽ മാത്രമല്ലല്ലോ ഒരു വക്കീലിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കേസ് വന്നാൽ വാദിക്കും, അതിൽ ജയിക്കുക, അതാണ് വക്കീലിൻ്റെ പണി. അപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും ഒരു ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്നാണ് ഈ സംഭാഷണം നടക്കുന്നത്. അപ്പോൾ അവിടെ സരിക, ആദില അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയിട്ട് ശൈത്യനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ശാരികയോട് പറഞ്ഞു, ഇത് നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫുമാണ്. പ്രൊഫഷണൽ ലൈഫ് നമ്മൾ ഇതിലേക്ക് വലിച്ചിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ശാരിക ശരിക്കും ഒരു തമാശയായിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് അത്. ശൈത്യയാണെങ്കിൽ അതിൽ കയറി അങ്ങ് പിടിച്ച് അങ്ങ് വലിയൊരു സംഭവമാക്കി മാറ്റുകയും ചെയ്തു. എല്ലാവരും ഇതിൽ കയറി പിടിച്ചപ്പോൾ പിന്നെ ശാരികയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. താൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന ഇതിൽ വക്കീലന്മാരായ ഇങ്ങനെയല്ല, കുറച്ചും കൂടി സ്റ്റേണായിട്ട് നിൽക്കണം, ഇവൾ അഡ്വക്കേറ്റിൻ്റെ ഭാഷ ഉപയോഗിക്കുന്നില്ല, കുറച്ചും കൂടിയും ഇവിടെ നിൽക്കുമ്പോൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിഷ്ണുലോകം എന്ന പോലെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ഉരുണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശൈത്യ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട സ്ഥലത്ത് ഇടപെടണം എന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും റീവെൻട്രി ചെയ്ത ആൾക്കാർ തമ്മിലാണ് ഇപ്പോൾ ഭയങ്കര അടി നടക്കുന്നത്. മറ്റവർക്ക് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഇപ്പോൾ റീഎൻട്രി ചെയ്തവരാണ് ഇപ്പോൾ അടി കൂടി ഒരു 7ൻ്റെ പണി എല്ലാവർക്കും കൊടുക്കുമോ എന്ന് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.